Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ക്ലീനപ്പ് ആണ്. നമ്മുടെ റൊട്ടീൻ ഫേസ് ക്ലീനപ്പ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ സാധാരണ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തിരക്ക് കാരണം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ ആക്കിയതല്ല. ശരിക്കും എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡെഡ് സ്കിൻ എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഇന്ന് ഈ ഫേസ് ക്ലീനപ്പ് ചെയ്യാം. എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ നമ്മുടെ ഫേസ് ക്ലീനപ്പ്. നമുക്ക് ഷഹനാസ് തൊട്ട് നല്ല കോസ്റ്റ്ലി ക്രീംസുകളെല്ലാം ഇതിന് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാലും എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നിങ്ങൾ ഫേസ് ക്ലീനപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം കേട്ടോ, മറക്കരുതേ. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ക്ലെൻസിങ് മിൽക്ക് വേണം, എന്ന് വെച്ചാൽ ക്ലെൻസിങ് ലോഷൻ. ഇത് കുറച്ച് വില ഉള്ളതൊട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഷഹനാസ് ഹുസൈൻ്റെ ക്ലെൻസിങ് ലോഷൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിന് 735 രൂപയാണ് കാണിക്കുന്നത്. ഞാൻ ഓൺലൈനിലാണ് ഇത് വാങ്ങിയത്. നോട്ട് ബാഡ് ഈ പ്രൈസ് കേട്ടോ. സാധാരണ നിങ്ങൾ ഷോപ്പിൽ പോയി വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. രണ്ടാമത്തേത് ആയൂറിൻ്റെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒത്തിരി കോസ്റ്റ്ലി ഒന്നുമല്ല, വെരി ചീപ്പാണ്. ഇതിന് വെറും 50 രൂപയുള്ളൂ ആയൂർ. പക്ഷേ നല്ല ഒരു ക്രീമാട്ടോ. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഫേസ് ആവുന്നുണ്ട്. ഗുഡാണ്. ഈ പ്രൈസിന് ഇത് ഗുഡാണ്. ഓക്കെ, ഇത് ഡീപ് പോർ ക്ലെൻസിങ് മിൽക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് നേച്ചേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. നേച്ചേഴ്സിൻ്റെ ആൽമണ്ട് ആൻഡ് ഹണി. ഇതും ഒത്തിരി നല്ലതാണ്. വിത്ത് മിൽക്ക് പ്രോട്ടീൻ ആൻഡ് ആൽമണ്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും ഒരു ക്ലെൻസിങ് മിൽക്കാണ്. ഇതും ഒത്തിരി നല്ലതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഇതിലുണ്ടോയെന്ന്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അയ്യോ എനിക്കിത് കാണുന്നില്ല എൻ്റെ പ്രൈസ്. ഇത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള 95 റുപ്പീസ് ഉള്ളി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് കൈഡ് ടിപ്പ് ഓഫ് ഫിംഗർ കണ്ടോ, നമ്മൾ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യാണ്. മുടിയിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സമയം കവർ ചെയ്യാം. അപ്പം നമുക്ക് മുഖം ഇങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ മുടി ഒന്ന് കവർ ചെയ്യാം. അപ്പം എല്ലായിടത്തും ആവത്തില്ലല്ലോ, കണ്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നേച്ചേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. നേച്ചേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ശകലം കൈയുടെ വെള്ളയിലേക്ക് എടുക്കാം. കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് മോഷനിൽ, അത് സർക്കുലർ മോഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താ നോക്കിക്കോ, കണ്ടല്ലോ. ഇതാ എൻ്റെ മുഖം നല്ല ഡ്രൈ ആണ്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരിക്കലും മറക്കാതെ അതിൻ്റെ ഒരു പോർഷനാണ് നമ്മുടെ നെക്കും ചെവിയുടെ ഭാഗവും നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. നല്ല മോയ്സ്ചേർഡ് ആവും. നല്ല സ്മെല്ലാട്ടോ. ഇതിന് ട്രൈ ചെയ്യണം, നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇതിൽ കോസ്റ്റ്ലി ഒന്നും അല്ല. നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഉപയോഗിക്കാൻ അറിയാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. അവിടെ ആരും മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ മുഖത്ത് വരുന്ന ഡ്രൈനെസ്, നമുക്ക് ഡെഡ് സ്കിൻ എല്ലാം കളയാൻ പറ്റും. അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചില എന്നാ പറയുന്നത്, നമ്മുടെ കുരുക്കൾ കുറയ്ക്കാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കളയാൻ വേണ്ടിയാണ് നമ്മുടെ ഫേസ് ക്ലീനപ്പ് ചെയ്യുന്നത്. ഒത്തിരി നല്ലതായിരിക്കും. മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും. നല്ല സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് ആൻഡ് ഷൈനി എഫക്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി കംപ്ലീറ്റ് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പോലും മുഖത്തിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും. നിങ്ങൾ ഒത്തിരി ഹാർഡായിട്ട് ഒരിക്കലും ചെയ്ത് കൊടുക്കരുത്. ഒരു സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ എഫക്റ്റിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് മൂക്കിൻ്റെയൊക്കെ ഈ കോർണറൊക്കെ എക്സ്പെഷ്യലി എപ്പോഴും അഴുക്കിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ചുണ്ടിൻ്റെ സൈഡ്, ഈ സൈഡ്, അതുപോലെ തന്നെ ഈ ഭാഗം എല്ലാവർക്കും അറിയാം. ഇവിടെ എപ്പോഴും ഡ്രൈനെസ്. ഓൾസോ കോർണർ ഒട്ടും മറക്കല്ല. കോർണർ ലിപ്സിന് കോർണർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ ആ മുഖത്തോട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് മോയ്സ്ചർ ആവും. അതുപോലെ നമ്മുടെ അഴുക്കൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന അഴുക്കുകളെല്ലാം ബാക്കിയുള്ള അഴുക്കുകളുടെ നമ്മൾ ഓൾറെഡി മുഖം കഴുകിയിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഈ ക്ലെൻസിങ് അഴുക്കുകളും കൂടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ സ്റ്റീമിങ്ങിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ലോഷൻ ഉപയോഗിച്ച് ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഒന്നുകിൽ വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്കിതിനെ വൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈപ്സ് ഉപയോഗിച്ച് പതുക്കെ ഇതിനെ ഒന്ന് തുടച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റ് വൈപ്സ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് തുടച്ച് കളയാൻ പോവാണ്. ഇത് ചെയ്യുമ്പോൾ മുകളിലോട്ട് തുടച്ച് തുടങ്ങുക. അപ്വേർഡ്സ് ഇതാ കേട്ടോ, ജെന്റിലായിട്ട് തുടച്ച് കൊടുക്കുക.
എന്നിട്ടുണ്ടല്ലോ ഇതിനെ നന്നായിട്ട് തുടച്ച് കംപ്ലീറ്റ്ലി കളയുക. കേട്ടോ? അപ്പൊ ഞാൻ മുഖം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്രീംസ് എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്കൊരു ചെറിയൊരു ബ്രൈറ്റനപ്പ് തോന്നുന്നുണ്ട്. മുഖത്തിനൊരു സോഫ്റ്റ്നെസ് തോന്നി തുടങ്ങി. മുഖത്തെ അഴുക്കൊക്കെ മാറി. അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സ്റ്റീമിംഗ് ആണ്. നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ സ്റ്റീമറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കി ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ആവി പിടിക്കാൻ തുണിയൊക്കെ ഇട്ട് മൂടിയിട്ട്. ഓക്കെ? അപ്പം പൊള്ളാതെ നോക്കിക്കോ. അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കും നമ്മൾ നാട്ടിൽ സാധാരണ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഈ സ്റ്റീമറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊരു നല്ല സ്റ്റീമറാണ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളുകളായി. എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ജലദോഷമൊക്കെ വരുമ്പോഴേക്ക് ആവി പിടിക്കാൻ ഒത്തിരി നല്ലത്. എൻ്റെ സ്റ്റീം റെഡി ആയിട്ടുണ്ട്. സ്റ്റീം വരുന്നത് നിങ്ങൾക്ക് കാണാമോ? നല്ല സുന്ദരമായിട്ട് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റീം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയിട്ട് കവർ ചെയ്ത് പിടിച്ചാൽ പെട്ടെന്നാവും. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളെ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്റ്റീം എടുക്കുകയാണ്. നന്നായിട്ട് സ്റ്റീം എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് മുഖത്ത് എടുത്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് സ്റ്റീം ഒന്ന് എടുത്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരാം. കാണാലോ? നിങ്ങൾ ആവി പിടിക്കുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ച് ആവി പിടിക്കാതിരിക്കുക. കണ്ണോട്ട് ചൂട് ചെല്ലത്തില്ലല്ലോ. നിങ്ങൾ കണ്ണ് അടച്ചു വെച്ചിട്ട് ചെയ്തോ കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹെഡ് റിമൂവർ അല്ലെ വൈറ്റ് ഹെഡ് റിമൂവർ. കണ്ടോ? നിങ്ങൾ ഈ ടൈപ്പിൽ വാങ്ങാൻ നോക്കണം. ഇത് കണ്ടോ ഇച്ചിരി പരന്ന ടൈപ്പിലാണ്. ഇതൊന്നുകൂടെ ഈസിയാണ്. സാധാരണ ഇങ്ങനത്തെ ടൈപ്പൊക്കെ കിട്ടുന്നത്. ചുമ്മാതെ അത് അത്ര ഒരു സുഖമില്ല. പക്ഷെ ഇതാണ് ഏറ്റവും എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഉപയോഗിച്ചതിലേക്ക്. കേട്ടോ? അത് കാണാമെന്ന് ഞാൻ കരുതുന്നു. കേട്ടോ? ഓക്കെ, നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ. ഒന്നുകിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീം എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വെച്ച് ഒന്ന് ആവി പിടിപ്പിച്ചെടുക്കുക. ഇത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കൊന്ന് സ്റ്റെറിലൈസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് എടുക്കാവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സ്റ്റീം, ഇത് ഓൾറെഡി കഴുകി വെച്ചതായിരുന്നു. അത് തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റീം എടുപ്പിച്ചതിനെ ഒന്ന് നോക്കിക്കോളൂ. കാണാമോ നിങ്ങൾക്ക്? നിങ്ങൾ പ്രസ് ചെയ്ത് വേണം എടുക്കാൻ. അല്ല ഇട്ട് വരയ്ക്കരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇട്ട് ഉരയ്ക്കരുത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ പോരും. സ്കിന്ന് നല്ല ഈവൻ ലുക്കിലേക്ക് വരുന്നതാണ്. എൻ്റെ മുഖത്തുനിന്ന് വരുന്ന അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ, കാരണം അത്ര നാളെ ഞാൻ ചെയ്തിട്ട് ഡെഡ് സ്കിന്ന് നന്നായിട്ടുണ്ട് മുഖത്ത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര അഴുക്ക് പറ്റാനാണ് ഞാൻ ഇത്രയും ദിവസം നടന്നത്. കാരണം എനിക്കെന്നെ അറിയാം എൻ്റെ സ്കിന്ന് ഇതായിട്ട് വരുന്നു. നിങ്ങളെ കാണിച്ച ഇത്ര പാട്ട് ഞാൻ ചെയ്തപ്പോൾ പോലും എൻ്റെ മുഖത്തുനിന്ന് നന്നായിട്ട് അഴുക്ക് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കത്തില്ല, നമ്മളെന്ത് മുഖത്ത് സോപ്പൊക്കെ ഇട്ട് കഴുകിട്ട് പറയുന്ന കാര്യമില്ല. നോക്കിക്കേ, എൻ്റെ മുഖത്തുനിന്ന് കിട്ടിയ അഴുക്ക ഒരു ശകല ഏരിയ ചെയ്തപ്പോൾ തന്നെ നോക്കി ഡെഡ് സ്കിന്നും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം കൂടെ പൊരിച്ച കണ്ടോ? കാണാൻ പറ്റുന്നു ഞാൻ കരുതുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ കയ്യിലെടുത്തിട്ട് കോട്ടണിലേക്ക് തൂത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ തന്നെ മുഖം മുഴുവൻ ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, നമ്മുടെ മുഖത്തിൻ്റെ ഓരോ പാർട്സും ചെയ്യുമ്പോഴേക്ക് നമ്മൾ അതനുസരിച്ച് ചെയ്ത് നമ്മുടെ കോർണർ, ഈ ഐയുടെ കോർണറൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കുക. കണ്ടോ? പിരികത്തിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അതുപോലെ ഈ ഏരിയ കണ്ടോ, മൂക്കിൻ്റെ ഈ സൈഡ് കോർണർ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്ക് അതനുസരിച്ച് ഈ ഫോഴ്സെപ്സിനെ നമ്മൾ അതനുസരിച്ച് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. നിങ്ങൾ മൂക്ക് ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് ചെയ്യാവുള്ളൂ. ഉരയ്ക്കരുത്, തൊലി മൂക്കല കേട്ടോ. ഇത് ചെയ്തെടുക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ചെയ്യുക. അല്ലെ നമ്മുടെ മൂക്കല തൊലി ഇതിൻ്റെ കൂടുതൽ തന്നെ പോരും. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പേടിക്കേണ്ട. അതുപോലെ മുഖമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചൊന്ന് പിടിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് അഴുക്കൊക്കെ പോയി അയ്യോ മുഖം ഒരു വരുവായി. എൻ്റെ മുഖത്തെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇപ്പം ആണുങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഇവർക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇതൊക്കെ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ മുഖത്ത് വരുന്ന ഈ പടന്ന് പിടിക്കുന്ന ഒരു സൈസ് മറുക് പോലത്തെ സംഭവം ഇല്ലേ, സ്കിൻ ടാഗ് അല്ല, അതുപോലത്തെ വേറൊരു ടൈപ്പില്ല, അതൊക്കെ ഇങ്ങനെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരുമാതിരി ഫംഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ആവി പിടിച്ചൊന്ന് സ്ക്രബ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ
നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്ക്രബ് ഇടാൻ പോകണം. മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ബാക്കി ഇവിടെ മുഴുവൻ പോരാത്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യുന്ന വഴി അതുകൂടെ എല്ലാം ഇനി മൊത്തം ക്ലീൻ ആയിട്ട് പോരും. അപ്പം നമുക്ക് അതുകൂടെ ചെയ്തു. അപ്പോൾ ഞാൻ സ്ക്രബിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ജോവിൻ എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ആണ്. ഓറഞ്ച് ഫേഷ്യൽ സ്ക്രബ് കേട്ടോ, അതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ പാക്കായിട്ട് കിട്ടും. ഇതിനകത്ത് ക്ലെൻസിങ് ലോഷനും മസാജിങ് ക്രീമും എല്ലാം കൂടെ പാക്ക് ഫുൾ പാക്കിനായിട്ട് കിട്ടും. അതിനകത്തൊന്ന് എടുത്തതാണിത്. ഇതിൻ്റെ സ്ക്രബ്, ആ സ്ക്രബാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. കണ്ടോ, അത് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എക്സ്ട്രാ ഉള്ളവരെല്ലാം ഇനി പോരും. ഇതാ, നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു 3 to 5 minutes ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ബാക്കിയുള്ള അഴുക്ക് എല്ലാം പോകുന്നു. മുഖം നല്ല സ്മൂത്ത് ആവും കേട്ടോ. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയല്ല, ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും എല്ലാവർക്കും കേട്ടോ, ഏത് ഏജ് ഗ്രൂപ്പിനും ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊസീജിയറാണിത്. നിങ്ങൾ ആഴ്ചയിലൊന്നോ അല്ല 2 ആഴ്ചയിലൊന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒന്നേലും ചെയ്ത് കൊടുക്കുമ്പോൾ മുഖത്ത് ഡെഡ് സ്കിന്നൊക്കെ പോയി മുഖം എപ്പോഴും നല്ല ഒരു ഷൈനിങ്ങും നല്ലൊരു എഫക്റ്റും ഒരു ഹെൽത്തി ലുക്കിങ് എഫക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട്സും കിട്ടും. നിങ്ങൾക്ക് സ്ക്രബ് തന്നെ വാങ്ങണമെങ്കിൽ സ്ക്രബ് തന്നെ ആയിട്ട് വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. ലേഡി സ്റ്റോറുകളിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്നവരുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇതിനെ നന്നായിട്ടത് തുടച്ചു മാറ്റിയതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാക്ക് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം നല്ല ടൈറ്റായി നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റിലേക്ക് വരും. ഇപ്പം നമ്മൾ സ്ക്രബ് ഇടുന്ന വഴി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി എക്സ്ട്രാ ഇവിടെ പറഞ്ഞു നിൽക്കുന്നത് പോരാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡെഡ് സ്കിൻസും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ബാക്കിയെല്ലാം മുഴുവൻ പറഞ്ഞിങ്ങ് പോരും. ഇത് തുടച്ചതിന് ശേഷം നമ്മളൊരു പാക്ക് ഇട്ടെടുക്കുക. പാക്ക് മസ്റ്റ് ആട്ടോ. നിങ്ങളൊരു പാക്ക് ഏതെങ്കിലും തരത്തിലൊരു പാക്ക് ഇടുക. നിങ്ങളുടെ പാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പാക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു പാക്കിൻ്റെ കാര്യം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നല്ല പാക്കാണ്. വാസലിനും കാടമുട്ടയും അല്ല സാധാരണ എഗ്ഗാണേലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. കാടമുട്ടയില്ലെങ്കിൽ അങ്ങനെ നല്ലൊരു പാക്ക് മുഖത്തിട്ട് കൊടുക്കുക. അപ്പം മുഖം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രബിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു 3 to 5 minutes ഞാൻ സ്ക്രബ് ചെയ്ത് മുഖം നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, ഞാനൊരു പരിവായി തന്നെ ചെയ്തിട്ട് കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വൈപ്പ് ചെയ്ത് കളയാൻ പോകണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ കോട്ടനയിലോ അതുപോലെ ഈ സോഫ്റ്റ് വൈപ്സിലൊക്കെ തുടച്ച് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടൊന്ന് കഴുകി കളഞ്ഞോ, നോ പ്രോബ്ലം. പക്ഷെ സോപ്പൊന്നും ഉപയോഗിക്കില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. മുഖം ക്ലീനായിട്ട് വരുന്നു കേട്ടോ. മുഖത്തിനൊരു വെട്ടം വന്നു. മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്ക് ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇത്ര ഗ്ലോ ഒക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം കാണുന്നത്. എന്നാണെന്നറിയാമോ, എൻ്റെ അപ്പർ ലിപ്പ് എല്ലാം ഹെയർ ഗളുത്തിരിക്കുന്നു. എൻ്റെ മുഖത്തെ ഹെയർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ ഞാനൊരു ബ്ലീച്ച് കൂടെ ചെയ്യുന്നതാണ്. എനിക്ക് ബ്ലീച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് അതുകൊണ്ട് ക്ലീനപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഹെയർ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മുഖം ഒന്ന് തുടച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കാണ് ഇടേണ്ടത്. ഇതാ നോക്കിക്കേ, ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ആ ജോവിൻ്റെ തന്നെ പാക്കറ്റിനകത്ത് വന്നിട്ടുള്ള ഫേഷ്യൽ പാക്കിനകത്ത് വന്നിട്ടുള്ള ഓറഞ്ചിൻ്റെ ഫേഷ്യൽ പാക്കാണ് ഇത്. അതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ജോവിൻ്റെ ഓറഞ്ചിൻ്റെ പാക്ക് ഇത് നല്ലതാണ്. ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കുറച്ച് മതിയാവും. നിങ്ങൾ ഒത്തിരി കനത്തെയൊന്നും തേച്ചാൽ നമ്മൾ അതിൻ്റെ എഫക്റ്റ് ഒന്നും ഇച്ചിരി മതി. മുഖം ഒന്ന് കവർ ചെയ്യാനും മാത്രം കേട്ടോ. ഇതാ കണ്ടല്ലോ. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഷാറോസ് കണ്ടോ. ഷാറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോസ് വാട്ടറാണ്. ഇത് പ്യുവർ റോസ് വാട്ടറാണ് ഷാറോസ്. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല പിങ്ക് കളറാണ്, നല്ല സ്മെല്ലാണ് റോസ് വാട്ടർ. ഇതിനെ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നെല്ലാം ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവും. നമ്മുടെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. നമ്മൾ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ സ്കിന്നിൻ്റെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഷാറോസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ റോസ് വാട്ടർ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടോണറാണ്. സ്കിന്ന് ബാക്ക് ടു നോർമലിലേക്ക് എത്തും കേട്ടോ. ഇതാ ഞാൻ പാക്കിട്ട് കൊടുക്കാൻ പോകാം. പാക്കിടുമ്പോൾ ഐയുടെ ഏരിയ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡ്രൈ ചെയ്യാൻ വെക്കുക. ഒരു 5-10 minutes എവിടേക്ക് നന്നായിട്ട് ഡ്രൈ ആകും. ഒത്തിരി ഉണങ്ങാൻ അനുവദിക്കരുത്. ഒത്തിരി ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇത് സ്കിന്നെല്ലാം വലിഞ്ഞ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒത്തിരി വർത്താനം പറയാൻ തോന്നും.
ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്ക് ഇതിനെ വീണ്ടും നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയുക. ഒന്നുകിൽ നിങ്ങൾ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടച്ച് മാറ്റാം. അവസാനമല്ല, ഒന്ന് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുക. അതാണ്. ഇപ്പോൾ എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇത് ഡ്രൈ ആകുന്ന സമയത്തൊന്നും കഴിവതും മിണ്ടാതിരിക്കുക. അതെ, ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തുടച്ച് കളയാം. ഇനിയിപ്പോൾ തുടച്ച് കളച്ചിട്ട് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓർക്കണത് ഒത്തിരി ഉണങ്ങിപ്പോയി, ഇത് ഡ്രൈ, ഇതൊന്ന് റിമൂവ് ചെയ്യാൻ പാടാണല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വാട്ടർ കേട്ടോ. അതുപോലെ കണ്ടോ? എന്നാൽ നമുക്ക് ഇതിനെ തുടച്ച് കളയാം. എന്താ ഇപ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ സ്പ്രേ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പോരും. അപ്പോൾ നമുക്ക് ഇത് എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് ഞാൻ തുടച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ മുഖം നന്നായിട്ടൊന്ന് കഴുകി ഒന്നുകൂടെ. അപ്പം എന്താ ഞാൻ മുഖം ഒന്ന് വൈപ്പ് ചെയ്തു, അതുകൂടെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതാ കണ്ടോ, മുഖം നന്നായിട്ട് ഫ്രഷായി. എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇവിടെ നല്ല ഡാർക്കാണ്, ജസ്റ്റ് ലൈറ്റും പെട്ടത്താണ് നിങ്ങൾ കാണുന്നുണ്ട്. എത്രമാത്രം എഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മുഖം നന്നായിട്ട് ക്ലീനായി നല്ല ഫ്രഷ് ആയിട്ടൊരവസ്ഥയാണ് അനുവദിക്കുന്നത്. നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും മുഖത്ത് ക്ലീനപ്പ് ആണെങ്കിലും നമ്മൾ എന്ത് ഇതുപോലത്തെ പ്രൊസീജിയർ ചെയ്തതിന് ശേഷവും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമും ഉപയോഗിക്കാം. ഞാനിപ്പം എൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സ്മെല്ലാണ്. ഇതൊരു ബോഡി ലോഷനാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഫ്രഷ് സീ സാൾട്ട് മാംഗോ. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ പ്രൊഡക്റ്റ് അല്ല, എനിക്ക് നാട്ടിൽ കിട്ടുമോ എന്നറിയത്തില്ല. ഇനി ഇതേണ്ട ഇച്ചിരി മതി. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, സത്യം പറയാലോ. ഇച്ചിരി കയ്യേറി വെക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മുഖത്തൊന്ന് ഇട്ട് കൊടുക്കുക. ആഹാ, നല്ല സ്മൂത്ത് എഫക്റ്റാണ്. നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ ഇട്ട് ഞാനിപ്പം വന്ന് നിൽക്കുന്നത്. ഇപ്പം നല്ല ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്കും തോന്നില്ലേ നേരത്തെ ആദ്യം കണ്ടതിൽ നിന്ന് നല്ലൊരു? അപ്പോൾ എൻ്റെ ഈ പ്രൊസീജിയർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചോദിക്കുക, പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തന്നെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.